ഇത് എൻ്റെ കസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവമാണ്. ഇത് സംഭവിക്കുന്നത് ഏകദേശം 2004-2005 കാലഘട്ടത്തിലാണ്. നമുക്ക് കുറച്ച് വർഷങ്ങൾ പുറകിലോട്ട് പോയി നോക്കാം. കസിൻ ആ സമയം ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എഞ്ചിനീയറായിരുന്നു. ബാംഗ്ലൂരിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ജോലി തിരക്കിനിടയിൽ ആകെയുള്ള ആശ്വാസം കൂട്ടുകാരുമൊത്ത് വീക്കെൻഡിലുള്ള ചെറിയ ചെറിയ പാർട്ടികളായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഒരു ദിവസം മാനേജർ അവനെ വിളിച്ചു പറഞ്ഞു, നീ അത്യാവശ്യമായി ഒരു മാസത്തേക്ക് ചെന്നൈയിലെ സൈറ്റിലേക്ക് പോകണം. മാനേജർ പറഞ്ഞത് കേട്ടപ്പോൾ കൂട്ടുകാരെ പിരിയേണ്ടതോർത്ത് അവൻ ആദ്യം സങ്കടമുണ്ടായിരുന്നു. പക്ഷേ മനസ്സില്ലാ മനസ്സോടെ അവൻ പോകാൻ തീരുമാനിച്ചു. കൂട്ടുകാരെല്ലാം കൂടി അവനെ യാത്ര അയക്കാൻ ബസ് സ്റ്റാൻഡിലെത്തി. അവനെ ബസ് കയറ്റി. അവൻ്റെ സൈറ്റ് ചെന്നൈയിലെ ഒരു ഉൾപ്രദേശത്തായിരുന്നു. അവിടെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ പ്രദേശത്തായിരുന്നു. അവന് അതിനടുത്തൊന്നും താമസിക്കാൻ ആദ്യം റൂം കിട്ടിയിരുന്നില്ല. പിന്നെ അവന് റൂം കിട്ടിയത് സൈറ്റിന് കുറച്ചു ദൂരെ ഒരു കോവിലിന് സമീപം ഒരു കടയ്ക്ക് ചേർന്നായിരുന്നു. അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത റൂമായിരുന്നു അത്. അതിന് സമീപം ഭാഗികമായി കത്തിയ ഒരു കട കൂടി ഉണ്ടായിരുന്നു. സൈറ്റിൽ അവന് അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ബൈക്കിലായിരുന്നു അവൻ്റെ യാത്രകൾ അധികവും. സൈറ്റ് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അധികവും ഒരുപാട് വൈകിയായിരുന്നു ഇത് കാരണം അവൻ റൂമിലെത്തിയിരുന്നത്. റൂമിലെ കൊതുകു ശല്യം കാരണം അവൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. കൊതുകുതിരി കത്തിച്ചാണ് അവൻ്റെ ഉറക്കം. ഒരു ദിവസം കൊതുകുതിരി തീർന്നതുകൊണ്ട് അവൻ ഉറങ്ങാൻ പറ്റിയില്ല. ഉറക്കം വരാത്തതുകൊണ്ട് അവൻ പുറത്തിറങ്ങി. അടുത്ത കടകളൊന്നുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കുറച്ചു സമയം അവിടെ നിന്നു. പെട്ടെന്ന് കത്തിയ കടയുടെ ഭാഗത്ത് ഒരാൾ രൂപം കണ്ടു. കള്ളനോ മറ്റോ ആണെന്ന് കരുതി അവനൊന്ന് ഞെട്ടി. ആ രൂപം മെല്ലെ ഇരുട്ടിൽ നിന്നും അവൻ്റെ അടുത്തേക്ക് വന്നു. 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളായിരുന്നു അത്. അയാൾ അവനോട് ചോദിച്ചു, ഈ സമയം നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീയാണല്ലേ അപ്പോൾ ഇവിടെ താമസിക്കുന്നത്? നീ വൈകി വരുന്നത് ഞാൻ കാണാറുണ്ട്. അയാൾ പറയുന്നത് കേട്ട് അവൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. കാരണം അവൻ ആദ്യമായിട്ടായിരുന്നു ആ വ്യക്തിയെ കാണുന്നത്. അവൻ അയാളോട് പറഞ്ഞു, കൊതുകുതിരി വാങ്ങാനാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഈ സമയത്ത് ഇവിടെ ഏതെങ്കിലും കട തുറക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ അടുത്ത് കോവിലിൽ ഉത്സവം നടക്കുന്നുണ്ട്. അവിടെ കട തുറന്നിട്ടുണ്ടാകും. അവിടെ പോയി നോക്കൂ. അയാൾ അവന് അവിടേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. കൂടെ തനിക്കൊരു പാക്കറ്റ് ബീഡി കൂടി വാങ്ങാൻ അയാൾ അവനോട് പറഞ്ഞു. അവൻ അവിടെ പോയി. കട തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊതുക് തിരിയും അയാൾക്കുള്ള ബീഡിയും വാങ്ങി അവൻ തിരിച്ചു വന്നു. ബീഡി അയാൾക്ക് കൊടുത്ത് അവൻ റൂമിലേക്ക് പോയി. അതിനുശേഷം അവൻ രാത്രി വൈകി വരുമ്പോഴൊക്കെ ആ കത്തിയ കടയ്ക്ക് സമീപം അയാളെ കാണാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ അയാൾക്ക് ബീഡി വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിൽ അങ്ങനെ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്നൈയിലെ വർക്ക് കഴിഞ്ഞ് അവന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവേണ്ട സമയമായി. ന്യൂ ഇയറിന് ശേഷമാണ് പോകേണ്ടി വരിക. അങ്ങനെ ന്യൂ ഇയർ എത്തി. ആഘോഷിക്കാൻ അവിടെ അവനധികം സുഹൃത്തുക്കളൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ കത്തിയ കടയുടെ അടുത്ത് വെച്ച് അയാളെ കണ്ടു. ന്യൂ ഇയർ ആഘോഷമൊന്നുമില്ലേ, ജോലി മാത്രമേ ഉള്ളൂ എന്ന് അയാളൊരു കുശലം ചോദിച്ചു. ഒറ്റയ്ക്ക് എന്ത് ആഘോഷമെന്ന് അവൻ പറഞ്ഞു. ആരുമില്ലെങ്കിൽ ഞാൻ നിനക്ക് കമ്പനി തരാമെന്ന് അയാൾ അവനോട് പറഞ്ഞു. പക്ഷേ സാധനം എവിടെ കിട്ടും? അവൻ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു തരാം, അയാൾ പറഞ്ഞു. അയാൾ അവന് സ്ഥലം പറഞ്ഞു കൊടുത്തു. റൂമിൽ പോയി ഫ്രഷായി അവൻ സാധനം വാങ്ങി വന്നു. എവിടെ നിന്ന് കഴിക്കുമെന്ന് അവൻ അയാളോട് ചോദിച്ചു. നിന്റെ റൂമിൻ്റെ ടെറസിൽ പോയി നമുക്ക് കഴിക്കാം. അവർ അവിടേക്ക് പോയി. പക്ഷേ അവിടെ ഇരിക്കാനുള്ള സൗകര്യമില്ല. അയാൾ പറഞ്ഞു, കത്തിയ കടയുടെ സൈഡിലായി പഴയ സാധനങ്ങളൊക്കെ വച്ച ഒരു ചെറിയ ഷെഡുണ്ട്. അതിനുള്ളിൽ മേശയും കസേരയുമുണ്ട്. അതിന് താക്കോൽ വെച്ച സ്ഥലം അയാൾ അവന് കാണിച്ചു കൊടുത്തു. അങ്ങനെ മേശയും കസേരയും ഒക്കെ മുകളിൽ കൊണ്ടുവച്ച് കഥകളൊക്കെ പറഞ്ഞ് അവർ പാർട്ടി ആരംഭിച്ചു. അവൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് എപ്പോഴും രാത്രി ആ കത്തിയ കടയുടെ സമീപത്ത് നിൽക്കുന്നത്? പകൽ ഞാൻ പോകുമ്പോഴൊന്നും നിങ്ങളെ കാണാറില്ലല്ലോ. അയാളുടെ കഥ പറഞ്ഞു. എൻ്റെ പേര് മുരുകൻ. നിനക്കറിയോ, ഈ കത്തിയ കട എൻ്റെ ആയിരുന്നു. 2 വർഷം മുന്നെയാണ് ഇത് കത്തിയത്. ഈ കട
എന്തുകൊണ്ടാണ് നിങ്ങൾ നന്നാക്കാത്തത്? അയാൾ പറഞ്ഞു. ഈ കടയും എൻ്റെ വീടിരിക്കുന്ന സ്ഥലവും ഒരു കേസിലാണുള്ളത്. പക്ഷേ അതിൻ്റെ രേഖ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് കാരണം എൻ്റെ വീട്ടുകാർ എന്നോട് പിണക്കത്തിലാണ്. ഞാൻ മദ്യപിച്ച് രേഖ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാൻ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. ഇവിടെ ഞാൻ അധികം നിൽക്കില്ല. അവൻ പറഞ്ഞു. രേഖ എങ്ങനെയെങ്കിലും കിട്ടും, എല്ലാം ശരിയാകും. സമയം കടന്നുപോയതറിയാതെ അവൻ അവിടെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ അവൻ എഴുന്നേറ്റു. കണ്ണു തുറന്നപ്പോൾ അയാളെ അവിടെയെങ്ങും കണ്ടില്ല. മേശയും കസേരയും തിരിച്ചു കൊണ്ടുവയ്ക്കാൻ അവൻ താഴത്തേക്കിറങ്ങി. അവൻ അതൊക്കെ ആ ഷെഡിൽ കൊണ്ടുവച്ചു. അതിനിടയിൽ എന്തിലോ തട്ടി അലമാരിയുടെ മുകളിലിരുന്ന ഒരു സഞ്ചി താഴേക്ക് വീണു. അവൻ അതെടുത്തു നോക്കി. അതിനകത്തൊരു ഫയൽ അവൻ കണ്ടു. അതവൻ തുറന്നു നോക്കി. ഒരു രേഖയാണെന്ന് അവന് മനസ്സിലായി. അയാൾ പറഞ്ഞ രേഖയാണോ ഇതെന്ന് അവന് സംശയം വന്നു. അതുമെടുത്ത് അവൻ റൂമിലേക്ക് പോയി. അവൻ അന്ന് വൈകിട്ട് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതാണ്. രേഖ അയാളെ ഏൽപ്പിക്കാൻ വേണ്ടി കത്തിയ കടയുടെ സമീപത്തൊന്നുകൂടി പോയി നോക്കി. പക്ഷെ അയാളെ അവിടെയെങ്ങും കണ്ടില്ല. അയാളുടെ വീട്ടിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞ പ്രകാരം വഴി അവന് മനസ്സിലായിരുന്നു. അങ്ങനെ അവൻ അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തി മുരുകൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു. 25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് പുറത്തേക്ക് വന്നു. അതെ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ്, എന്താണ് കാര്യമെന്ന് അവനോട് ചോദിച്ചു. അവൻ രേഖ കാണിച്ചിട്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെയാണോ? അയാൾ അത് നോക്കി അകത്തു നോക്കി അമ്മയെ വിളിച്ചു. അമ്മ പുറത്തേക്ക് വന്നു. രേഖയെടുത്തു നോക്കി. അമ്മയുടെ മുഖത്തൊരു അത്ഭുതം വിരിയുന്നത് അവൻ ശ്രദ്ധിച്ചു. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? അവർ ആശ്ചര്യത്തോടെ അവനോട് ചോദിച്ചു. നിങ്ങളുടെ കത്തിയ കടയുടെ അടുത്തുള്ള ഷെഡിൽ നിന്നാണെന്ന് അവൻ പറഞ്ഞു. നിനക്കാരാ ഈ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തന്നത്? എനിക്ക് വഴി പറഞ്ഞു തന്നത് ഇവിടുത്തെ മുരുകൻ ചേട്ടനാണ്, അവൻ പറഞ്ഞു. അവർ ഞെട്ടിത്തരിച്ചു. നീ എന്തായി പറയുന്നത്? മുരുകൻ ചേട്ടനോ? അതെ, ഇന്നലെ എൻ്റെ കൂടെ രാത്രിയിലുണ്ടായിരുന്നു. ഇത് കിട്ടിയതിന് ശേഷം രാവിലെ മുതൽ ചേട്ടനെ കണ്ടില്ല. നീ അകത്തേക്ക് വരൂ, അവർ അവനെ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഹാളിലെ ചുവരിൽ മാല ചാർത്തിയ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അവൻ വിളറി. അവൻ്റെ കൈകാലുകൾ തളരുന്നതുപോലെ തോന്നി. അത് അവൻ്റെ കൂടെ ഇന്നലെ ന്യൂ ഇയർ ആഘോഷിച്ച മുരുകനായിരുന്നു. അയാളുടെ ഭാര്യ അവനോട് പറഞ്ഞു, നീ ചെയ്ത ഈ സഹായം ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിനക്കറിയോ, ഈ വീടും ഞങ്ങളുടെ കടയും ഒരു കേസിലാണ്. രേഖ ചേട്ടൻ്റെ കയ്യിലായിരുന്നു. കടയ്ക്ക് തീ പിടിച്ചപ്പോൾ ചേട്ടനും അതിൽപ്പെട്ടു മരിച്ചു. രേഖ കത്തിപ്പോയെന്നാണ് ഞങ്ങൾ കരുതിയത്. അവരോട് യാത്ര പറഞ്ഞ് അവൻ തിരിച്ചു. ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ അവൻ ചിന്തിച്ചത്, ആ രേഖ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയാണോ അയാൾ എൻ്റെ മുന്നിൽ വന്നത്?